ഹലോ ഫ്രണ്ട്സ്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എന്തിനാണ് എപ്പോഴും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന്? അവരെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വളരെ ചെറിയ എന്നാൽ പ്രധാനപ്പെട്ട ഒരു വിശകലനമാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. നേരിട്ട് തന്നെ വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? ഇന്ന് നമ്മൾ പ്രധാനമായും നോക്കുന്നത് ഈ ഒരു വരിയാണ്. എല്ലാവരെയും ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കരുത്. സെൽഫ് റെസ്പെക്ട് ലൂസാവും. റൈറ്റ് പീപ്പിൾ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യും. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായൊരു വാചകം അല്ലേ? പക്ഷെ ഇതിൽ ഭയങ്കര ഡീപ്പായൊരർത്ഥം ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്കിതൊന്ന് വിശദമായിട്ട് നോക്കാം. ഈ ഒരു പ്രശ്നത്തിന്റെ ആദ്യത്തെ ഭാഗം, അതായത് എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുക എന്ന ആ ഒരു കെണി, നമുക്കതൊന്ന് പരിശോധിക്കാം. എല്ലാവരെയും ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കരുത്. സത്യത്തില് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും പെർഫെക്റ്റ് ആയ ഒരാളായി മാറുക എന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? ഒരിക്കലുമില്ല. നമ്മൾ എപ്പോഴും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് തന്നെ വലിയൊരു മിസ്റ്റേക്കാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും ഒരു മാസ്ക് ഇട്ട് നടക്കുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നമ്മളെ ശരിക്കും തളർത്തും. ഇനി ഇതിന്റെ രണ്ടാമത്തെ വശം, മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വലിയൊരു വിലയുണ്ട്. അതെന്താണെന്നറിയാമോ? അത് വേറൊന്നുമല്ല, സെൽഫ് റെസ്പെക്ട് ലൂസ് ആവും എന്നത് തന്നെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ നമ്മളെ തന്നെ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ശരിക്കും നഷ്ടപ്പെടുന്നത് നമുക്ക് നമ്മളോടുള്ള ബഹുമാനമാണ്. നമ്മുടെ സ്വന്തം ഐഡന്റിറ്റി ഇല്ലാതാക്കിയിട്ട് ബാക്കിയുള്ളവരുടെ കയ്യടി നേടുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? അതാണ് അടുത്തതായി നമ്മൾ നോക്കുന്നത്. നമ്മളെ ശരിക്കും മനസ്സിലാക്കുന്ന, നമുക്ക് അനുയോജ്യരായ ആളുകളെ കണ്ടെത്തുക എന്നത്. ഇവിടെയാണ് ഈ വാചകത്തിന്റെ ഏറ്റവും മനോഹരമായ ഭാഗം വരുന്നത്. റൈറ്റ് പീപ്പിൾ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യും. അതായത് ശരിയായ ആളുകൾ, നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നവർ, നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങളെ അംഗീകരിക്കും. അവരുടെ മുന്നിൽ നിങ്ങൾ മറ്റൊരാളായിട്ട് അഭിനയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരു ഫേക്കായ കാര്യങ്ങളുമില്ലാതെ ആ ഒരു ഒറിജിനാലിറ്റിയിൽ നിൽക്കുമ്പോഴാണ് യഥാർത്ഥ സമാധാനം കിട്ടുന്നത്. ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ഒരു വശത്ത് ഒരുപാട് പേരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഭയങ്കര സ്ട്രെസ്ഫുള്ളായ ശ്രമങ്ങൾ, മറുവശത്തോ നമ്മളെ നമ്മളായിട്ട് തന്നെ മനസ്സിലാക്കുന്ന വളരെ കുറച്ച് ആളുകളുടെ കൂടെയുള്ള പീസ്ഫുള്ളായ ഒരു ലൈഫ്. അനാവശ്യമായ അഭിനയങ്ങളൊക്കെ മാറ്റിവെക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു റിലീഫ്, അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോ നമ്മളിത് അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളോട് തന്നെ ചോദിക്കാൻ ഞാനൊരു ചോദ്യം തരികയാണ്. തെറ്റായ ആളുകൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് വെറുതെ കളഞ്ഞുകുളിക്കുകയാണോ? നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ഒറിജിനൽ നിങ്ങളെ അംഗീകരിക്കുന്നവരോടൊപ്പം മാത്രം നിൽക്കുക. തീർച്ചയായും അതൊരു വലിയ മാറ്റം കൊണ്ടുവരും.